ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ മണ്ണാറശാല അമ്പലത്തിൽ തൊഴുതിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടാണല്ലോ വന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്തെവിടെയെങ്കിലും ബീച്ചുണ്ടോ എന്നറിയാനായിട്ട് അവിടെ കടയിലൊരു ചേട്ടനോട് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഇവിടെ നിന്ന് ഒരു എട്ട് കിലോമീറ്ററോളം മാറി തൃക്കുന്നപ്പുഴ എന്നൊരു ചെറിയ ബീച്ചുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. ഹരിപ്പാടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ 9 കിലോമീറ്റർ മാറിയാണ് ഈ തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. ഇപ്പം സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഉച്ച സമയത്താണ് പോകുന്നത്. അന്നത്തെ ദിവസം നല്ല വെയിലുമായിരുന്നേ. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയല്ലോ, നിങ്ങൾ ആരെങ്കിലും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ ലൈക്കും കൂടെ ചെയ്തേക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനായിട്ടും മറക്കുകയും ചെയ്യരുതേ. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹൈ റേഞ്ചിൽ നിന്ന് പോയതായതുകൊണ്ട് നമുക്ക് ചൂട് കൊള്ളുമ്പോൾ നല്ല ക്ഷീണമായിരുന്നു കേട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല ക്ഷീണമായിരുന്നു. പിന്നെ നമ്മളിവിടം വരെ വന്നതല്ലേ, ബീച്ച് കാണാതെ പോകുന്നത് എങ്ങനെയാണെന്ന് ഓർത്ത് നമ്മൾ ഇറങ്ങിയതാ. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ ബോട്ടല്ലല്ലോ വള്ളങ്ങൾ ഇങ്ങനെ ഇട്ടേക്കുന്നത് കണ്ടേ. എനിക്കിത് കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഞാൻ ഓടിച്ചാടി ഇറങ്ങി കേട്ടോ. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാനായിട്ട്. ഇതെല്ലാം മത്സ്യബന്ധനത്തിന് പോകുന്ന ചെറുവള്ളങ്ങളാണേ. ഞാനിവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതെല്ലാം മത്സ്യബന്ധനത്തിന് പോകുന്ന വള്ളങ്ങളാണ്, ചെറുവള്ളങ്ങളാണ്. അതിൻ്റെ അപ്പുറത്ത് തന്നെ അപ്പുറത്തെ സൈഡിൽ ഹാർബറും ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ രാവിലെ മീൻ പിടിക്കാൻ പോയിട്ട് തിരിച്ച് അവിടെ വന്ന് വള്ളം കൊണ്ട് പാർക്ക് ചെയ്തേക്കുന്നതാണ് അത്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ഉള്ളിലേക്ക് കയറി പോകണം ഈ ബീച്ചിലേക്ക്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ആലപ്പുഴ ജില്ലയുടെ തെക്കു പടിഞ്ഞാറായി ഹരിപ്പാട് നിന്നും 8 കിലോമീറ്റർ അകലെ അറബിക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഈ തൃക്കുന്നപ്പുഴ. ഇവിടെ മത്സ്യത്തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ നാട് എന്ന് വേണമെങ്കിൽ നമുക്ക് തൃക്കുന്നപ്പുഴയെ പറയാട്ടോ. ഇപ്പം നമ്മൾ തൃക്കുന്നപ്പുഴ ഭാഗത്തോടെയാണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടെ നമുക്ക് ഉള്ളിലേക്ക് പോകണം. നമുക്ക് ഈ റോഡിൽ കൂടി പാസ് ചെയ്ത് പോകുമ്പോൾ ഒരു സൈഡിൽ കുറച്ച് മാറി കടലാണ് കേട്ടോ. കടൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ തൃക്കുന്നപ്പുഴ ബീച്ചിലെത്തിയേ. പക്ഷേ ഞാൻ ഞെട്ടിപ്പോയി ഗൈസ്, അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ. വിജനമായ ഒരു ബീച്ചായിരുന്നു എന്ന് തോന്നുന്നു. വണ്ടി നിർത്തി ഞാൻ നോക്കിയിട്ട് അവിടെയെങ്ങും ആരെയും കാണുന്നില്ലായിരുന്നേ. പക്ഷെ കടൽ കാണാൻ നല്ല അതിമനോഹരമായിരുന്നു കേട്ടോ. എന്ത് രസമാണ് കടൽ കാണാനായിട്ട്. ആൾക്കാരൊന്നും ഇല്ലേലും ഇവിടം വരെ വന്നതല്ലേ, ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാമെന്നും പറഞ്ഞ് ഞാനും ചേട്ടനും കൂടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ബീച്ചിലേക്ക്, കടലിൻ്റെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ദേശീയ ജലപാതയുടെയും അറബിക്കടലിൻ്റെയും ഇടയിൽ തീർത്ത സുന്ദരമായ ഒരു തുരുത്ത് എന്ന് വേണമെങ്കിൽ ഈ സ്ഥലത്തെ നമുക്ക് പറയാട്ടോ. തൃക്കുന്നപ്പുഴയിൽ പ്രശസ്തമായ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രം കൂടിയുണ്ട്.
കേരള ചരിത്രത്തിൽ ശ്രീമൂലവാസം എന്ന പേരിലും ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വളരെ പ്രൗഢമായ ഒരു ഗതകാല ചരിത്രവും നമ്മൾ ഈ വന്ന് നിൽക്കുന്ന തൃക്കുന്നപ്പുഴ എന്ന പ്രദേശത്തിനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വിദേശ വ്യാപാരികളുടെ പായ്ക്കപ്പലുകൾക്ക് അനായാസം അടുക്കുവാനും ചരക്കുകൾ കയറ്റി ഇറക്കുവാനും സാധ്യമായിരുന്ന ഒരു തുറമുഖം ഇവിടെ ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇത്ര ഫേമസ് ആയ ഒരു തുറമുഖമാണ് അല്ലെങ്കിൽ ഒരു ബീച്ചാണ് ഇതെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. നമ്മൾ വന്നതിന് ശേഷം ജസ്റ്റ് ഞാനൊന്ന് വിക്കിപീഡിയ നോക്കിയപ്പോഴാണ് ഇതൊക്കെ അറിഞ്ഞത്. ബലിതർപ്പണം നടക്കുന്ന ഒരു കടൽ തീരവും കൂടിയാണ് ഇത്. ഞങ്ങൾ വന്നപ്പം കർക്കിടക മാസത്തിലെ ബലിതർപ്പണത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. കുറേ സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഭാഗത്തുകൂടിയാണ് ദേശീയ ജലപാത 3 കടന്നു പോകുന്നത്. അതുകൊണ്ട് വളരെ ഫേമസ് ആയ ഒരു പ്രദേശം തന്നെയാണ് ഇത്. നമ്മൾ അറിയാൻ വൈകി എന്നേ ഉള്ളൂ. കൊല്ലത്ത് നിന്നും കോട്ടപ്പുറം വരെയുള്ള ജലപാതയാട്ടോ ഇതിലൂടെ കടന്നു പോകുന്നത്. ഏകദേശം 205 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. കോട്ടപ്പുറം വരുന്നത്, അതായത് കൊല്ലത്ത് നിന്ന് കോഴിക്കോട് വരെ അങ്ങനെയാണേ. അപ്പോൾ ചേട്ടൻ പോയി വെള്ളത്തിലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാനും അവിടെ പോയി നിന്ന് കാലൊക്കെ നനച്ചിട്ടാട്ടോ കയറി വന്നത്. ഒത്തിരി താഴേക്ക് ഇറങ്ങിയില്ല. എനിക്കിങ്ങനെ കടൽ തിരയൊക്കെ അടിച്ച് വരുന്നത് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഒത്തിരി താഴേക്കൊന്നും ഇറങ്ങിയില്ല. പിന്നെ കുറച്ച് പിള്ളേരൊക്കെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ വന്നതിന് ശേഷം കുറച്ച് പിള്ളേരൊക്കെ കണ്ടായിരുന്നു. 1-2 ചേട്ടന്മാരും ഒക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ച സമയത്ത് ചെന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആൾക്കാരും ഇല്ലാത്തത്. വൈകുന്നേരങ്ങളിൽ ചിലപ്പം ആൾക്കാരൊക്കെ വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കുവേ. രാവിലെയും വൈകുന്നേരവും ഒക്കെ. ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പറയണേ, അവിടെ ഒത്തിരി ആൾക്കാർ വരുന്ന സ്ഥലമാണോ എന്നുള്ളത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. നല്ലൊരു സ്ഥലമാണ്, നല്ലൊരു കടൽ തീര പ്രദേശമാണ്. പഴയ കാലത്ത് വിദേശ വ്യാപാരികളൊക്കെ ചരക്കുകൾ കയറ്റുമതി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന, അതായത് അവർക്കൊക്കെ കയറ്റുമതി ചെയ്യാൻ സാധിച്ചിരുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ അത് പക്ഷേ തുറമുഖമൊന്നുമല്ല, സാധാ ഒരു കടൽ തീര പ്രദേശമായിട്ട് കിടക്കുവാണ്. ഇപ്പോൾ കുറച്ച് പിള്ളേരൊക്കെ, കുറച്ച് പയ്യന്മാരൊക്കെ വന്ന് വെള്ളത്തിലൊക്കെ ചാടുന്നുണ്ടായിരുന്നു കേട്ടോ. അവർ വെള്ളത്തിൽ ചാടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഞങ്ങൾ അവിട്ടത്തിൻ്റെ അന്ന്, 3-ാം ഓണത്തിൻ്റെ അന്നായിരുന്നേ മണ്ണാറശാല പോയിരുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു ജയന്തി വരുമല്ലേ, അപ്പോൾ അതിൻ്റെ നിറയെ തോരണങ്ങളൊക്കെ വഴിനീളെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരിച്ചു വരുന്ന വഴിയിൽ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയിട്ടോ. നമ്മൾ ആദ്യമേ അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ച് വള്ളങ്ങളൊക്കെ നിർത്തിയിട്ടിരുന്ന കണ്ടില്ലായിരുന്നോ? അതിനോട് ചേർന്ന് തന്നെ വണ്ടിയൊക്കെ നിർത്തി പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി, എന്നിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് കടലിനോട് അടുത്ത് നമുക്ക് നിൽക്കാൻ സാധിക്കും. അവിടെ ഒത്തിരി ചേട്ടന്മാർ ഈ മത്സ്യബന്ധനത്തിട്ട് പോയിട്ട് തിരിച്ച് വന്ന് ഈ വലയൊക്കെ വൃത്തിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഈ വള്ളങ്ങളൊക്കെ കാണാനായിട്ട്. ഞങ്ങൾക്ക് ഹൈ റേഞ്ച് അത്ര ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടാറില്ല കേട്ടോ. കുറച്ച് ദിവസം കഴിഞ്ഞൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് വരുന്നത്. പിടിച്ച് അപ്പം തന്നെ നമുക്ക് അങ്ങനെ മീൻ കിട്ടാനൊന്നും സാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഈ ചേട്ടന്മാർ മീൻ പിടിച്ചുകൊണ്ട് വന്ന് ഹാർബറിൽ പോയി കൊടുത്തതിന് ശേഷം ഇവരുടെ പങ്ക് ഇവർ കൊണ്ടുപോകുന്നത് കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ആ ചേട്ടനോട് ചോദിക്കണമെന്ന് ഓർത്തു. ഞാൻ ചോദിക്കുകയും ചെയ്തു കേട്ടോ ആ ചേട്ടനോട്, ചേട്ടാ ഈ മീൻ കൊടുക്കാനുള്ളതാണോ എന്ന്. അപ്പോൾ അവർ പറഞ്ഞു അല്ലാതെ അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാ, ഹാർബറിൽ ചെന്നാലേ മീൻ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അവരൊക്കെ എത്ര നല്ല ഫ്രഷ് മീനല്ലേ കഴിക്കുന്നത്. നമ്മളൊക്കെ കുറച്ച് ദിവസമൊക്കെ ഡിലേ ആയിട്ട് കിട്ടുന്ന മീനൊക്കെ അല്ലേ വാങ്ങുന്നത്. എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും തിരിച്ചു പോന്നു കേട്ടോ. അതേ പോരുന്ന വഴിക്ക് ഒരു റെയിൽവേ ലൈൻ ക്രോസ് ചെയ്താണ് നമ്മൾ വരുന്നത്.
പോരുന്ന വഴിക്ക് ഞങ്ങൾ 2:15 ആയപ്പോഴേക്കും അവിടെ നിന്ന് പോന്നായിരുന്നു. അവിടെ നിന്ന് പോകുന്ന സമയം തൊട്ട് ഹോട്ടലുകൾ നോക്കുന്നതാണ്, ഒരു ഹോട്ടലും കണ്ടില്ല. അന്ന് അവിട്ടം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു മിക്ക ഹോട്ടൽസും ക്ലോസ്ഡ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇടയ്ക്കൊരു ഹോട്ടൽ കണ്ടു, അവിടെ കയറി ഫുഡ് കഴിച്ചു. വളരെ മോശം ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ആ സമയത്ത് കിട്ടിയത് കൊണ്ട് കഴിക്കാനും പറ്റി. 2:30-3 മണിയൊക്കെ ആയായിരുന്നേ ആ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിറങ്ങി. ഇപ്പം ഞങ്ങൾ എരുമേലിയിൽ എത്തിയിട്ടോ. എരുമേലിയിൽ കുറേ അയ്യപ്പന്മാരെയൊക്കെ കണ്ടായിരുന്നു. മാലയിട്ട് അവർ തൊഴാനായിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വാവൂർ പള്ളിയും കണ്ടു. അപ്പം നമ്മൾ അതിൻ്റെ മുന്നിൽ കൂടെയാണ് പാസ് ചെയ്ത് പോരുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു തവണ ഈ വഴിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത് കണ്ടോ വാവൂർ പള്ളി ഇരിക്കുന്നത്? നമ്മുടെ അയ്യപ്പൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹൈ റേഞ്ച് മലകൾ കയറി തുടങ്ങിയപ്പോഴേ നല്ല ബ്ലോക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ഇതെന്താ പോലും ഇങ്ങനെ വണ്ടി ബ്ലോക്ക് ആയേക്കുന്നത്. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ റോഡിൽ. ഇപ്പോൾ അവധി ദിവസമല്ലേ, ഓണത്തിൻ്റെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നല്ല ആളായിരുന്നു. ഇത് കണ്ടോ, വെള്ളച്ചാട്ടത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ കുരങ്ങന്മാരും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഈ ബ്ലോക്ക് വന്നത് അവിടെ ഒരു KSRTC ഒരു കാറും കൂടി ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായിരുന്നു ബ്ലോക്കും വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് ഏകദേശം എത്താറായി. ഇനി ഒരു അരമണിക്കൂറും കൂടെ വേണം കേട്ടോ എന്നാലും വീട്ടിലെത്താനായിട്ട്. ഇപ്പം നമ്മൾ കുട്ടിക്കാനമൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണേ. പുതിയൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് വരാം. ഓക്കെ, ബൈ.